ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലോട്ട്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ബുക്ക് മാത്രം വായിച്ച ഓതേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ ബാക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ന്യൂ റിലീസ് അത് വായിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് ക്യൂറേറ്റ് ചെയ്തത്. സോ ഫസ്റ്റ് ഓതർ ഞാൻ സെലക്ട് ചെയ്തത് മാരി ക്യൂബിക്കാണ്. അപ്പോൾ ഞാൻ മാരി ക്യൂബിക്കയുടെ ലോക്കൽ വുമൺ മിസ്സിങ് കുറച്ച് മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര ഇമ്പാക്റ്റിംഗ് ആയിരുന്നു എനിക്ക്. എന്തുകൊണ്ടോ ലൈക്ക് ആ ഒരു റൈറ്റിംഗ് എനിക്ക് പെട്ടെന്ന് സിങ്കായി. പിന്നെ എനിക്ക് എന്തോ ഒരു പെട്ടെന്നൊരു കണക്റ്റ് ആയൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ബുക്ക് വായിച്ചപ്പോൾ. സോ അതുകൊണ്ട് തന്നെ ആ ഓതേഴ്സിൻ്റെ വേറെ ബുക്ക് നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അതും അതുപോലെ ആയിരിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. സോ ഒരുപാട് ബുക്സ് മാരി ക്യൂബിക്ക എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് ജസ്റ്റ് ദ നൈസസ്റ്റ് കപ്പിൾ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15% ആയിട്ടോ ബുക്കിൽ. അപ്പോൾ ഇതിൻ്റെ പ്രമിസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഡൊമസ്റ്റിക് ത്രില്ലറാണ്. അതുകൊണ്ട് തന്നെ കപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ 2 കപ്പിൾസാണ് വരുന്നത്. ഒന്ന് നീന ആൻഡ് ജേക്ക്, അടുത്തത് ലില്ലി ആൻഡ് ക്രിസ്ത്യൻ. സോ ഈ ലില്ലിയും നീനയും ഒരേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ 2 പേരും ഫ്രണ്ട്സാണ്. അവർ ത്രൂ ആണ് ഇവരുടെ ഹസ്ബൻഡുമാർ തമ്മിലുള്ള കണക്ഷൻ. ലില്ലി ആൻഡ് ക്രിസ്ത്യൻ നല്ല കപ്പിളാണ്. അവർ നല്ല ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പോൾ അവർക്കൊരു ലില്ലി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർ നല്ല ഒരു ഹാപ്പി മൊമെൻറ്റിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഒരു ദിവസം വാക്കിങ്ങിന് ഇറങ്ങി നടക്കുമ്പോൾ അവൾ ജെയ്ക്കിനെ കാണും. അപ്പോൾ ജെയ്ക്ക് നീനയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ജെയ്ക്കിനെ കാണുമ്പോൾ ജെയ്ക്ക് പറഞ്ഞ ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ വുഡ്സിലോട്ട് കൊണ്ടുപോട്ടാ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി, എന്താ ഇപ്പോൾ ജെയ്ക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. ജെയ്ക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയൽ തുടങ്ങും. ലൈക്ക് ജെയ്ക്കും നീനും തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ചുണ്ട്, അതുപോലെ നീനക്ക് ഇപ്പോൾ അവനെ കെയർ ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് മെല്ലെ ലില്ലിനെ കയറി പിടിക്കും, കിസ് ചെയ്യാനൊക്കെ നോക്കും. അപ്പോൾ അവളുടെ ആ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ലില്ലി കുറച്ച് അവർ തമ്മിലൊരു കയ്യാങ്കളിയൊക്കെ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് ലില്ലി കല്ലെടുത്തിട്ട് അവൻ്റെ തലയ്ക്കാൻ തോന്നുന്നത് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് തവണ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ ആവാൻ വേണ്ടിയിട്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അവൾ ചെയ്തിട്ട് അവൾ അവിടെ ഇട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടും. അപ്പോൾ അങ്ങനെ അന്ന് പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ലിലിക്ക് ഭയങ്കര ഒരു പരിഭ്രാന്തിയൊക്കെ ആയിരുന്നു. പിന്നെ അവൾ ക്രിസ്ത്യനോടൊന്നും പറയുന്നൊന്നുമില്ല. നെക്സ്റ്റ് ഡേ അവൾ ജോലിക്ക് പോകും. ആസ് യൂഷ്വൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ നീനനെ കാണും. അപ്പം നീനനോട് സംസാരിക്കുന്ന സമയത്ത് നീന പറയും ഇങ്ങനെ ജയിക്ക് ഇന്നലെ വീട്ടിൽ വന്നിട്ടില്ല. അപ്പോഴാണ് ശരിക്കും ലില്ലി ഞെട്ടുന്നത്. ലൈക്ക് അവൾ എന്തെങ്കിലും ചെയ്തോ എന്ന് അപ്പോഴാണ് അവൾ ചിന്തിക്കുന്നത്. അതുവരെ അവൾ വിചാരിച്ചിരുന്നു അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, കാരണം ഒരു സെൽഫ് ഡിഫെൻസിൽ ചെയ്തു പോയതാണ്. നീന പറയും വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അവൾക്ക് തോന്നുന്നത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നുള്ള തോട്ട് അവളിൽ വരണേ. അപ്പോൾ അവൾ വേഗം ക്രിസ്ത്യനോട് ഇത് പറയും. ക്രിസ്ത്യൻ ആകെ ഷോക്കാവും. പക്ഷെ ക്രിസ്ത്യൻ മാക്സിമം എങ്ങനെയെങ്കിലും ലില്ലിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെ പിന്നെ നീനയുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ത്രൂ ഔട്ട് ലില്ലിയുടെയും ക്രിസ്ത്യൻ്റെയും നീനയുടെയും പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നീനയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നീന ഭയങ്കര വെറീഡാണ്. ജെയ്ക്ക് വരുന്നില്ല, വീട്ടിൽ വരുന്നില്ല. കാരണം അതിൻ്റെ തലേ ദിവസം അവർ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആർഗ്യുമെൻറ്റിനെ തുടർന്നിട്ട് അവൾ പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോയിക്കോ, നീ പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണമായിരിക്കുമോ ഇപ്പോൾ ജെയ്ക്ക് വരാത്തതെന്നൊക്കെ വെറീഡാണ് നീന. അങ്ങനെ പിന്നെ 2 ദിവസം കഴിയും ശരിക്കും നീന അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ. പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അവർ പറയും ലൈക്ക് 3 ഡേ വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പം തിരിച്ചു വരുമായിരിക്കും എന്നുള്ള രീതിയിലാണ് അവരെടുക്കുക. ഇത് സംഭവം നടന്ന സ്ഥലത്തേക്ക് ലില്ലിയും ക്രിസ്ത്യനും കൂടി പോയി നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ജെയ്ക്ക് എങ്ങാനും ഉണ്ടോ. കാരണം ജെയ്ക്ക് 2 ദിവസമായിട്ടൊന്നും തിരിച്ചു വന്നിട്ടില്ലല്ലോ. അവൻ പോകുമ്പോഴാണ് ജെയ്ക്കിൻ്റെ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ലൈക്ക് കൈ വിട്ട് പോയിട്ടുണ്ട്, കാരണം ജെയ്ക്ക് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ, വണ്ടി അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ ഫുൾ ഇതെങ്ങനെങ്കിലും ക്രിസ്ത്യൻ ഇത് ഹൈഡ് ചെയ്യുക, അവളുടെ ഡ്രസ്സും ഇതൊക്കെ ഇതാക്കിയിട്ടും അന്ന് ബ്ലഡായ ഡ്രസ്സൊക്കെ നശിപ്പിക്കാനും എവിഡൻസ് നശിപ്പിക്കാനും ആ ഒരു ട്രൈ ആണ് നമ്മൾ ക്രിസ്ത്യൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. നീനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത് അവൾ ഭയങ്കര വറീഡാണ്, ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് കിട്ടുന്നത്. സോ ഇത്രേ എത്തിയിട്ടുള്ളൂ. എനിക്ക് കുറച്ച് പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട് എൻ്റെ മൈൻഡിൽ. ഡൊമസ്റ്റിക് ത്രില്ലർ ആയതുകൊണ്ട് നമുക്കൊരു ചീറ്റിങ് പ്രതീക്ഷിക്കാം. കാരണം ഒട്ടുമിക്ക എല്ലാ ഡൊമസ്റ്റിക് ത്രില്ലറിലുള്ളതാണ് ചീറ്റിങ്. അതെനിക്ക് പൊതുവെ ഇപ്പം അടുത്തു ഒരുപാട് ത്രില്ലേഴ്സിലായിട്ട് മേ ബി ഇതിലുണ്ടാവാം. അതുകൊണ്ട് ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വട്ടവർ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ത്രില്ലർ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും ഓതർമാർ ഇങ്ങനെ ഓരോ ഹോൾ ഇട്ട് തരിക, നമ്മൾ കൊത്താൻ വേണ്ടിയിട്ട് ഓരോ ഇതിങ്ങനെ ഇട്ട് തരും വഴിയിൽ. അങ്ങനെയാണ് നമ്മളിത് ക്യാച്ചപ്പ് ആവുന്നത്. ചിലപ്പോൾ അവർ
മനഃപൂർവ്വം ഇട്ട് തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിൽ പോയി വീഴും. അപ്പോൾ വിചാരിക്കും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, പക്ഷെ അപ്പോൾ അങ്ങനെ ആവില്ല സംഭവിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ ത്രില്ലേഴ്സ്. ട്വിസ്റ്റ് ഒന്നും അത്ര അടിപൊളിയാവുമെന്ന് തോന്നുന്നില്ല, ബട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്യൂട്ടിഫുൾ ആയി പോകുന്നുണ്ട്. റൈറ്റിങ്ങും അടിപൊളിയാണ്. ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ത്രൂ ഔട്ട്. നമുക്ക് ക്രിസ്ത്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് തികച്ചും കാണാം. കാരണം ക്രിസ്ത്യൻ വെറീഡാണ്, അവൻ്റെ വൈഫ് ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർ ആ ഒരു നല്ല മൊമെൻ്റ് ആണ് അവരുടെ ലൈഫിൽ. അത് അവർക്ക് ഇതാക്കാൻ പറ്റുന്നില്ല, അവർ സമാധാനം പോയി കിടക്കണം. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓൾസോ നീനയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് എന്തൊക്കെ ഫിഷി ആയി തോന്നുന്നുണ്ട്. കാരണം നല്ല ക്യാരക്ടറായിട്ട് തന്നെയാണ് ഓദർ എഴുതിയിരിക്കുന്നത്, പക്ഷെ നീന എന്തുകൊണ്ടാണ് 2 ദിവസം വെയിറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അത് ഞാൻ വായിച്ച് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ഐ റെഡ് ജസ്റ്റ് ദ നൈസസ്റ്റ് കപ്പിൾ ബൈ മാരി കുബിക്ക. എനിക്കിതൊരു ആവറേജ് റീഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എൻഡിങ് ശരിക്കും ആയിരുന്നു. ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ബുക്കിൻ്റെ ഒരു 50% എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്കൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അത് അപ്പടിയെ കറക്റ്റായി. ആൻഡ് ത്രൂ ഔട്ട് ഞാൻ വിചാരിച്ചു ഞാൻ സർപ്രൈസ്ഡ് ആവും, ലൈക്ക് എൻ്റെ പ്രഡിക്ഷൻസ് തെറ്റാവും എന്ന് ഞാൻ ഹോപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് അങ്ങനെയൊന്നും ആയില്ല. ഇറ്റ് വാസ് സോ ആൻഡ് എനിക്ക് അത്രയും എൻജോയബിൾ ആയിട്ട് തോന്നിയില്ല. സോ ഞാൻ ഈ ബുക്ക് ശരിക്കും പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം 300 പേജസ് ഉള്ള ഒരു ബുക്ക് വായിച്ചിട്ട് എന്തിനാ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നത്. ആൻഡ് വളരെ ആവറേജ് ആയിട്ടുള്ളൊരു ബുക്ക്. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് ദിസ്. ബട്ട് നിങ്ങൾക്ക് ഈ പ്രമിസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഔട്ട്. കാരണം ഓരോ ആൾക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും ഓരോ ബുക്കിനെ പറ്റിയിട്ടും. അതെപ്പോഴും വേരി ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എൻ്റെ ആസ് എ റീഡർ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് I didn't enjoy it. That doesn't mean മാരി കുബിക്ക നല്ലൊരു ഓദർ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. This book is not good. So നമ്മളൊരു ബാഡ് മൂവി കണ്ട പോലെ അതങ്ങോട്ട് തള്ളികളയാം. നെക്സ്റ്റ് ബുക്ക് ഐ എം ഗോയിങ് ടു റീഡ് ഇൻ ദിസ് വ്ലോഗ് ഈസ് ഒക്ടേവിയ ഇ ബട്ട്ലറിൻ്റെ പാരബിൾ ഓഫ് ദ സോവർ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഓദറാണ് ഒക്ടേവിയ ഇ ബട്ട്ലർ. പറയുമ്പോൾ ഞാൻ ഒരു ബുക്കേ ആ ഓദറിൻ്റെ വായിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ആ ബുക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. എവിടെയെങ്കിലുമൊക്കെ ഞാൻ അതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ അതൊരു സൈഫൈ റിലേറ്റഡ് ബുക്കായിരുന്നു. ആൻഡ് ഈ ഓദറിനെ എങ്ങനെയാണ് നമ്മളെ ഹിറ്റ് ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാം. എങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആക്കാം, നമ്മളെ എവിടെ ഹിറ്റ് ചെയ്താലാണ് നമുക്ക് കൊള്ളുക എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എനിക്ക് ഈ ഓദറിൻ്റെ ഒരു ബുക്കും കൂടെ ചെക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതാണ്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എനിവേ ഞാൻ അപ്ഡേറ്റ്സും ആയിട്ട് വരാം. ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പാരബിൾ ഓഫ് ദ സോവർ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് എനിക്കിഷ്ടപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇനി അത് ഡിസ്റ്റോപ്യൻ ആയിട്ടാണോ, അതോ ഇനി എനിക്ക് പൊതുവെ ഡിസ്റ്റോപ്യൻ ബുക്സ് അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണോ, അതോ റൈറ്റിംഗ് അത്രയും ഓൾഡ് ലിറ്ററേച്ചറാണ്, ഒരുപാട് മുന്നേ എഴുതിയ ബുക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്താ നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ 2 ദിവസത്തിലേറെ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഞാൻ ഒരു 10% ആയിട്ടുള്ളൂ. സോ ഇതിലെ മെയിൻ കഥാപാത്രത്തിൻ്റെ പേരാണ് ലോറൻ. അവളൊരു ഹൈപ്പർ എമ്പത്തി ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവൾക്കും സംഭവിക്കും. ഒരാൾ കരയുണ്ടെങ്കിൽ അവളും കരയും, ഒരാൾ ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അവളും ബ്ലീഡ് ചെയ്യും. അതാണ് അവൾ, അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവൾ. അപ്പം അത്രേ എത്തിയിട്ടുള്ളൂ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ. ബട്ട് എനിക്ക് ഈ ഓദർ ഭയങ്കര ഇഷ്ടമാട്ടോ. ഐ ട്രസ്റ്റ് ദിസ് ഓദർ. കിൻഡ്രഡ് അത്രയും പൊളിയായിരുന്നു. ആ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഐ ഷുഡ് പുഷ് മൈസെൽഫ് ടു റീഡ് ദിസ്. കൈൻഡ് ഓഫ് ഞാനൊരു ഒരു മടി എന്നൊക്കെ പറയില്ലേ, വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഐ വിൽ പുഷ് മൈസെൽഫ് ടു റീഡ് ദിസ് ആൻഡ് ഡെഫിനറ്റ്ലി ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. അപ്പം ഞാൻ ഒരുപാട് കാലമായിട്ടായി ഈ വ്ലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാലമായിട്ടാണ്. എന്തായാലും പാരബിൾ ഓഫ് സോവർ വായിച്ച് തീർക്കാൻ ഒരുപാട് കാലം എടുത്തു. അപ്പം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയായിരിക്കും അതിൻ്റെ റിവ്യൂ എന്ന്.
അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായിട്ടില്ല. ആൻഡ് ഇത്രയും പോപ്പുലർ ബുക്ക് ഇഷ്ടമാവാത്തത് എനിക്കറിയാം ഒരു അൺപോപ്പുലർ ഒപ്പീനിയനാണ്. എങ്ങനെയായാലും പാരബിൾ ഓഫ് സവർൺ ബുക്ക് എന്നുള്ള നിലയിൽ എന്താ പറയുക, ഒരുപാട് കൊല്ലം മുന്നേ ഇറങ്ങിയൊരു ബുക്കാണ്. അപ്പോൾ ആ ഒരു കാലത്തെ ഇങ്ങനെയും ഓതറിന് ഓവർലുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അത് വായിക്കുമ്പോൾ എനിക്ക് കുറച്ചത് ഒരു ഓവർ റേറ്റഡ് ആയിട്ടും ഒക്കെ തോന്നുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ അത് വെച്ച് എല്ലാവർക്കും അതേ എക്സ്പീരിയൻസ് ആവണം എന്നില്ല. ഡെഫിനറ്റ്ലി ബുക്ക് നല്ല ഇൻറ്റൻസ് ആണ്, ഭയങ്കര ഡീപ്പാണ്, ഹെവി ഓൺ ദ ട്രാജഡി സൈഡാണ്. ഇതൊക്കെ തന്നെയാണ് ആ ഓതറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതും. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ ലോറൻ ഒരു ഓവർ എംപത്തി ഉള്ള ആളാണ്. അവള് താമസിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ്, ലൈക്ക് ഒരു കോളനിയിലൊക്കെ പോലത്തെ. അവളെ കൂടെ 2 പേരെങ്ങാണ്ടുള്ളൂ. അവളുടെ ഫാമിലി മുഴുവൻ ഈ ഒരു കെയോസിൽ മരണപ്പെടും. അവളുടെ ഈ ഒരു 2 ഫ്രണ്ടിനായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഒരു ദിശയൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് പോവുന്നുണ്ട്. ഫുൾ കെയോസ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും അറ്റാക്സ്. അങ്ങനെ വന്ന സമയത്ത് അവളുടെ ഈ ഒരു കോളനി കംപ്ലീറ്റ് ആയിട്ട് ഫയർ ആവണം. അപ്പോൾ അവളുടെ എല്ലാവരും മരിക്കും. അപ്പോൾ അവള് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവളുടെ കൂടെ 2 പേരെങ്ങാണ്ട് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ആ നാട്ടിൽ ആ കോളനിയിലുള്ള എല്ലാവരും മരണപ്പെടും. അങ്ങനെ അവൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന, പിന്നെ അവർ ഓൺ ദ റോഡ് അവരിങ്ങനെ ദിശയില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരുടെ ആ നമ്പർ ഓഫ് റെഫ്യൂജീസ് കൂടിക്കൊണ്ടേയിരിക്കും. ലൈക്ക് ചില ആൾക്കാർ ഇതുപോലെ വഴിയിൽ നിസ്സഹായരായി ഇരിക്കുമ്പോൾ അവരെയും കൂട്ടും. അങ്ങനെ കൂട്ടി അങ്ങനെ ഓരോരുത്തർ അംഗങ്ങൾ കൂടി വലിയ റെഫ്യൂജി ആയിട്ട് അവർ രക്ഷപ്പെടുകയാണ്. അപ്പം അതാണ് സ്റ്റോറി വരുന്നത്. ഭയങ്കര ഇൻറ്റൻസ് ആണ്. പലരുടെയും പ്രശ്നങ്ങൾ, ലൈക്ക് അവർ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ആ നമ്പർ ഓഫ് റെഫ്യൂജീസ് കൂടുതൽ. അപ്പം ആ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും അവരനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലാണ്. ഈ ബുക്കിൽ ഒരു ഹാപ്പിനെസ് ആയിട്ട് അധികം കാര്യങ്ങളൊന്നുമില്ല, എല്ലാം തന്നെ ട്രാജിക് സൈഡാണ്. അപ്പം അതൊക്കെയാണ് ആ ഓതർ മെയിൻറ്റെയിൻ ചെയ്തത് കിൻഡ്രഡിന്ന്. ബട്ട് എന്തോ എന്നെ ആ ഒരു പിടിച്ചിരുത്തുന്ന സാധനം മിസ്സിങ് ആയിരുന്നു. ലൈക്ക് കിൻഡ്രഡിൽ ലൈക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളിലുണ്ടായിരുന്നു. ഇതിൽ ആ ഒരു ഫയർ ഇല്ലാതെ പോയി. സോ ഓവറോൾ ഇറ്റ്സ് 2.5 സ്റ്റാർ. 2 ബുക്കും തന്നെ ഇപ്പോൾ ഒരു 3ക്ക് അടിയിലുള്ള റേറ്റിംഗ് ആണ് കൊടുക്കേണ്ടി വന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇയാൻ റീഡിൻ്റെ വി സ്പ്രെഡ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ഇയാൻ റീഡിൻ്റെ ഐ ആം തിങ്കിങ് ഓഫ് എൻഡിങ് തിങ്സ് ഒരുവിധം ചിലവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരു ത്രില്ലർ ബുക്കാണ്, ഒരു ഹ്യൂജ് പ്ലോട്ട് ട്വിസ്റ്റ് ഉള്ള ഒരു ത്രില്ലർ ബുക്ക്. ഇത് തന്നെ ആ ഓതറിന്റെ വേറൊരു ബുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, വിച്ച് ഇസ് വി സ്പ്രെഡ്. സോ ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് ഇമോഷണൽ ഹെവി ആയ ബുക്കാണെന്ന് തോന്നുന്നു. എനിവേ ഐ ഡോണ്ട് നോ. എനിക്ക് അധികം എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. ലൈക്ക് കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അധികം എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. എനിവേ ഐ എം എക്സൈറ്റഡ് ടു ട്രൈ. ഐ എം ബാക്ക് വിത്ത് ആൻ അപ്ഡേറ്റ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഈ വ്ളോഗ് അപ്ഡേറ്റ് ചെയ്തിട്ട്. ഞാൻ ഈദൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു, ഒരു മാസം കംപ്ലീറ്റ്ലി തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പനിയൊക്കെ ആയി. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയത് വീഡിയോ ഒക്കെ എടുക്കാൻ. 3rd ബുക്ക് ഞാൻ ഈ വ്ളോഗിൽ സെലക്ട് ചെയ്തത് വി സ്പ്രെഡ് ബൈ ഇയാൻ റീഡ് ആയിരുന്നു. ആൻഡ് ഞാൻ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് എ 3-star റീഡ്. വി സ്പ്രെഡിന്റെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഇതില് നറേറ്റർ എന്ന് പറയുന്ന ഒരു വയസ്സായ ഒരു സ്ത്രീ ആട്ടോ. ഹസ്ബൻഡ് പാസ് ചെയ്തതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസം. അപ്പൊ അങ്ങനെ ഒരു വയസ്സായ സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ആള് ഫേസ് ചെയ്തു തുടങ്ങും. സോ ആ ഒരു പോയിന്റിൽ ഹസ്ബൻഡ് ഓൾറെഡി അറേഞ്ച്ഡ് ആയിരുന്നു, ലൈക്ക് ആ സ്ത്രീക്ക് ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഓൾഡ് ഏജ് ഹോമിലാണ് പിന്നെ ബാക്കി സ്റ്റോറീസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ 2 കെയർ ടേക്കേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ഈ സ്ത്രീയെ പോലെ വേറെയും ആൾക്കാർ അവിടെ ഉണ്ട്.
അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഈ നെറേറ്ററെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം നെറേറ്ററിന് ഒരുപാട് ഓർമ്മശക്തി കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ചില സമയത്ത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു നെറേറ്ററാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്താ കാര്യമായിട്ട് സംഭവിക്കുന്നത്. ലൈക്ക് ഈ ഓൾഡ് ഏജ് ഹോമിലുള്ള ആൾക്കാർ ബാഡ് ആണോ അതോ ഈ നെറേറ്റർ ആണോ ബാഡ്. ചില സമയത്ത് അവളെ എണീക്കുമ്പോൾ അവൾ പറയും ലൈക്ക് ഞാൻ ഈ ഓൾഡ് ഏജ് ഹോമിൽ വന്നിട്ട് 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ബട്ട് അവിടെ വന്നിട്ട് ലൈക്ക് ഇയേഴ്സ് ആയി. അപ്പൊ അതൊക്കെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഈവൻ നമുക്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞാലും ക്ലിയർ അല്ല എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന്. അവൾക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ് ലൈക്ക് ഇവരെല്ലാം അവളെ ട്രാപ്പ് ചെയ്യാണ്, അതുപോലെ അവളെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഏജ് എത്തുമ്പോഴുള്ള ഓരോ കാര്യങ്ങൾ ബുക്ക് കാണിച്ചു തരുന്നത്. വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ്, ഓർമ്മശക്തി ഇല്ലെങ്കിൽ എത്രത്തോളം മറ്റുള്ളവരെ റിലയബിൾ ആയിട്ട് ജീവിക്കേണ്ടി വരും, അതുപോലെ നമ്മൾക്ക് നമ്മളെ ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെടുകയാണ്, നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാതാവണം. സോ അതൊക്കെയാണ് ഈ ബുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഒരു വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ശരിക്കും ഇല്ലാത്ത സമയത്ത് ആരും തന്നെ നമ്മളെ കേൾക്കാൻ തയ്യാറാവില്ല. അവളുടെ ഈ കെയർ ടേക്കേഴ്സ് ശരിയില്ല, അവര് പല നുണകളും പറയാണ്, അവളവിടെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഈവൻ നൗ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടും എനിക്ക് ക്ലിയർ അല്ല ശരിക്കും അങ്ങനെ ഒരു മിസ്റ്ററിയുടെ ഒരു ആവശ്യമുണ്ടോ, ലൈക്ക് ആ ഓൾഡ് ഏജ് ഹോം നല്ലതല്ലേ എന്ന് എനിക്കറിയില്ല. നെറേറ്റർ അൺറിലയബിൾ ആയതുകൊണ്ട് തന്നെ നെറേറ്ററിന് ഇതൊക്കെ തോന്നലാണോ എന്നും റീഡേഴ്സിന് മനസ്സിലാവില്ല. സോ ത്രൂ ഔട്ട് ഒരു ആംബിഗിറ്റി ഉണ്ട് ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. എൻ്റെ ഫേവറേറ്റ് ഓതേഴ്സിന്റെ 3 ബുക്സ് ആണ് ഞാൻ ഈ വ്ളോഗിൽ വായിച്ചത്. ബട്ട് എനിക്കൊരു ഫേവറേറ്റ് കിട്ടിയില്ല അത്. സോ ഐ എം ഡിസപ്പോയിന്റഡ് ആ ഒരു കാര്യത്തിൽ. പാരബിൾ ഓഫ് സോവർ ആൻഡ് വി സ്പ്രെഡ് വാസ് വർത്തി റീഡ്. ജസ്റ്റ് ദ നൈസസ്റ്റ് കപ്പിൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. സോ എനിവേ ഐ ഹാഡ് സോ മച്ച് ഫൺ ഡൂയിങ് ദിസ് വ്ളോഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ റെക്കമെൻഡേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ദം ഡൗൺ ബിലോ. ഇതുപോലത്തെ ഒരുപാട് വ്ളോഗ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സോ ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.